നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. ഔദ്യോഗികമായ പരിപാടി ആരംഭിക്കുമ്പോൾ സംഗീതത്തിന്റെ മനോഹരമായ സമ്മാനത്തിലൂടെ ദൈവിക സാന്നിധ്യത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളും മനസ്സും തുറക്കാം. പ്രാർത്ഥന ഗാനത്തിനായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സ്നേഹത്തിലെയും മതബോധനത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. കഴിഞ്ഞ ഒരു അധ്യയന വർഷക്കാലത്തോളം നമ്മൾ നടത്തിയ മികച്ച പ്രകടനങ്ങളും നമ്മുടെ ഒരു കൊച്ചുകൂട്ടുകാർ അവരുടെ ജീവിതത്തിൽ കൈവരിച്ച കുറേയധികം നന്മകളും നമ്മളിവിടെ ഈ ആനുകളുടെയും ഏറ്റവും സന്തോഷത്തോടുകൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും അവരെ അനുമോദിക്കുകയും ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ കഴിഞ്ഞ വർഷം കടന്നു പോകുമ്പോൾ നമ്മൾ നോക്കിക്കാണുന്നത്. പ്രത്യേകമായിട്ട് നമ്മുടെ മെസ്സേജുകൾ കുറേയധികം അവസരങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചു എന്നതാണ്. ഈശോയെ പകർന്നു. അത് മാത്രമല്ല, ഈ സമൂഹത്തിൽ അവർ ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോൾ അതിലൂടെ അഭിമാനത്തോടുകൂടി നമ്മളെല്ലാവരും കാണുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ വളർന്നു വരുമ്പോൾ വലിയൊരു അഭിമാനത്തിൻ്റെ ഉദാഹരണം എന്ന് നമ്മുടെ രീതിയിൽ നമ്മോട് മുമ്പേയുണ്ട്. അപ്പോൾ ഈശോയെ കൊടുക്കുക, അതോടൊപ്പം കുട്ടികളെ എല്ലാ തലത്തിലേക്കും വളർത്തിയെടുക്കാനുള്ള വലിയ ലക്ഷ്യം ഈ മതബോധന കേന്ദ്രത്തിലുണ്ട്. നമ്മൾ ഈ ലത്തീൻ രൂപതകളുടെ ഒരു മീറ്റിംഗ് ഈ കാറ്റഗിസത്തിൻ്റെ ഡയറക്ടർമാരും അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സും രൂപതകളുടെ പല പ്രതിനിധികളുടെ ഒരു മീറ്റിംഗ് ജൂലൈ 12, 13, 14 തീയതികളിൽ നമ്മളുടെ എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ വിഷയമായിട്ട് അവർ തന്നത് മതബോധനവും മാധ്യമവുമാണ്, മീഡിയയാണ്. 12-ാം തീയതി മതബോധനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അന്ന് അവരൊരു ക്ലാസ് 15 മിനിറ്റ് നേരത്തേക്ക് അവിടെ കൈകാര്യം ചെയ്യണം, ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ആ പേപ്പറിൻ്റെ ഞാൻ അയച്ചുകൊടുത്ത ടൈറ്റിലുകൾ മാത്രമാണ് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അവരെടുത്തിരിക്കുന്ന വിഷയം, അല്ലെങ്കിൽ നമ്മുടെ ലത്തീൻ രൂപതകൾ എടുത്തിരിക്കുന്ന വിഷയം, ഈ സമുദായത്തിൻ്റെ ശാക്തീകരണത്തിന് നമ്മളുടെ മതബോധനം എങ്ങനെ വിനിയോഗിക്കാമെന്നുള്ളതാണ്. ഞാൻ ആലോചിക്കുമ്പോൾ നമ്മുടെ മതബോധനം ഈ വിശ്വാസ ശാക്തീകരണം നടക്കേണ്ട ഒരു കാര്യമാണെന്ന് സഭ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഗൈഡ് ലൈൻസ് നമ്മൾക്ക് നൽകുന്നുണ്ട്. എപ്പോഴും ഏതൊരു മതബോധനമായാലും, മാതാപിതാക്കളായാലും അധ്യാപകരായാലും ഒരു 5 കുടക്കീഴിൽ അത് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. എന്തുമാത്രം അത് നമ്മുടെ സമുദായത്തെ ശാക്തീകരിക്കുന്നുണ്ട്, വിശ്വാസത്തെ ശാക്തീകരിക്കുന്നുണ്ടെന്ന് ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. നമ്മുടെ ഈ മതബോധന എന്തിന് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സൺഡേ കാറ്റഗിസം അത്
അതിൻ്റെ ഒരു മീൻസ് മാത്രമാണ്. നമ്മളുടെ PCC, നമ്മളുടെ പ്രസംഗം പോലും, അച്ഛൻ്റെ ഒരു പ്രസംഗം, നമ്മളുടെ ചില സംഘടനകൾ, KCY, ജീസസ് യൂത്ത്, ഇതൊക്കെ ആത്യന്തികമായിട്ട് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതബോധനം നടത്താനായിട്ടാണ്. അപ്പോൾ മതബോധനം എന്ന് കേൾക്കുമ്പോൾ ഞായറാഴ്ചയിലുള്ള പിള്ളേരുടെ ക്ലാസ് മാത്രമായിട്ട് ഒതുക്കരുത്. അതതിൻ്റെ ഒരു മീൻസാണ്. ഭാഗ്യം വെച്ചാൽ നമ്മുടെ രൂപതയിൽ ഈ പറയുന്ന സൺഡേ കാറ്റഗൈസിസ് ഒക്കെ വളരെ മനോഹരമായിട്ട് നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇന്നൊരു യോഗം കൂടുന്നുണ്ടെങ്കിൽ പലപ്പോഴും രൂപതകളിലാണ് വാർഷികം നടത്തുന്നത്. ഒത്തിരി സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഒരു വർഷം നിങ്ങളോടൊപ്പം ആയപ്പോൾ നിങ്ങൾ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചു. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. കാരണം ഒരു ആശംസ കേൾക്കാനുള്ള മനസ്സിലായാൽ എനിക്കറിയാം നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ ആശംസ പറയാൻ താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് ഒരു വാക്ക് മാത്രം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ സമയം ഓർക്കുകയാണ്, ഈ ഒരു മാസം കൊണ്ട് ഞാൻ 8 രൂപതയെ പരിചയപ്പെടുവാനിടയായി. അതിന് ഓരോ കാറ്റഗറിസം എങ്ങനെ മുന്നോട്ട് പോകുന്നത് തിരക്കിയപ്പോൾ എനിക്കറിയാൻ സാധിച്ചു. ആലപ്പുഴ രൂപതയാണ് ഏറ്റവും നല്ല രീതിയിൽ കാറ്റഗറിസം കൊണ്ടുപോകുന്നത് എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കാരണം അഭിമാനിക്കാം. കാരണം ആലപ്പുഴ രൂപതയിൽ വളരെ ആക്റ്റീവായിട്ട് കാറ്റഗറിസം എന്നതായിട്ടാണ് നമുക്ക് എല്ലാ മേഖലയിലും, സമഗ്ര മേഖലയിലും ലോറേറ്റോയുടെ പേര് ഓരോ സമയത്തും വരുന്നത് ശ്രദ്ധിക്കും. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാറ്റഗറിസം ഇവിടെ മികച്ചതായിട്ട് പോയത്. അപ്പോൾ നമ്മൾ ഈ നിങ്ങളുടെ മാഗസിൻ തന്നെ അത് കുതാശകളിലൂടെ ആക്കിയിട്ട് വളരെ ക്രിയേറ്റീവായിട്ടാണ് അതിൽ കുട്ടികളും മറ്റുള്ളവരൊക്കെ എഴുതിയിരുന്നത്. PTA സാന്നിധ്യമുണ്ടായിരുന്നു. ചെറുചിന്തകളാകട്ടെ, കവിതകളാകട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ എഴുത്താകട്ടെ, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് അതുപോലെ തന്നെ പഠനം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊട്ടും മറക്കാൻ പറ്റാത്ത സിസ്റ്ററാണ് സിസ്റ്റർ ഡേസി. പണ്ട് ഞാൻ 9ാം ക്ലാസ്സിലെല്ലാം പഠിച്ചിരുന്നപ്പോൾ എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാനൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ സിസ്റ്ററാണ് എൻ്റെ ഉള്ളിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കണ്ടുപിടിച്ചത്. ആദ്യമായി എന്നെക്കൊണ്ട് ബൈബിൾ വായിപ്പിച്ചു. അന്ന് എനിക്കൊരു കോൺഫിഡൻസ് ആണ്. എനിക്ക് പിന്നീട് ഒത്തിരി ആക്ടിവിറ്റീസിലും ഒത്തിരി ഗെയിംസിലും എല്ലാം പങ്കെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഊർജ്ജം നൽകി. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു 5 ഗുണപാഠങ്ങൾ ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ 2023-24 വർഷത്തെ റിപ്പോർട്ട് മുൻസിലിറ്റി ഇവിടെ അവതരിപ്പിക്കുകയാണ്. സ്നേഹനിലയം സൺഡേ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകത നിറഞ്ഞ ഒരു വർഷമാണ് കടന്നുപോയത്. രൂപതയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് രൂപത നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിച്ചപ്പോൾ രൂപതയിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മതബോധന കേന്ദ്രമായി മാറുവാൻ സ്നേഹനിലയം സൺഡേ സ്കൂളിന് സാധിച്ചു. വിധക്കാരന്റെ ഗോവയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിധക്കാരൻ വിതച്ചെടുത്ത് നല്ല നിലത്ത് വീണ് 100 നേരിയും 60 നേരിയും 30 നേരിയും ഫലം പുറപ്പെടുവിച്ചതുപോലെ സ്നേഹനിലയം സൺഡേ സ്കൂൾ വിതച്ചെടുത്ത് കുട്ടികളിൽ 100 നേരിയും 60 നേരിയും എല്ലാം പുറപ്പെടുവിക്കുകയുണ്ടായി. അത് 100 നേരി വിളവിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നത്തിലാണ് സ്നേഹനിലയം സൺഡേ സ്കൂൾ. കഴിഞ്ഞ അവിചാരിതമായിട്ട് ഇവിടുത്തെ PTA പ്രസിഡന്റായ ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ സംഭവിച്ചെല്ലാം വിസ്മയങ്ങൾ മാത്രമാണ്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ മാത്രം. 32 വയസ്സിന് ഹൈന്ദവനായി ജീവിച്ച് വളർന്ന് 32-ാം വയസ്സിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെ കൂടിയും അന്ന് മുതൽ ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത് വരെയുള്ളതെല്ലാം മിച്ചം എൻ്റെ കർത്താവിന് മാത്രമാണ്. സ്നേഹനിലയം സൺഡേ സ്കൂളിന്റെ അമരക്കാരനായ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛന് ഈ അവസരത്തിൽ സൺഡേ സ്കൂളിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു.